ഓക്കെ, അപ്പം ഫസ്റ്റ് ക്ലാസ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ പേപ്പറിൻ്റെ പേര് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. 5 മൊഡ്യൂളാണ് നമുക്കിതിൽ കവർ ചെയ്യാനുള്ളത്. 5 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്ററായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ 5 ചാപ്റ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക്കാണ്. നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഏതൊക്കെ പാർട്സ് ഉണ്ട്, ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെ, ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെ, പിന്നെ അതിലെങ്ങനെയാണ് നമുക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്, ഇതൊക്കെയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് HTML ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ HTML ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് ലാബൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നോക്കാം. പിന്നെ HTML തന്നെയാണ് തേർഡായിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത് HTML ആണ്. ദെൻ ഫോർത്തും ഫിഫ്ത്തും മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് സിനാറിയോയിൽ വരുന്ന ഡിജിറ്റൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ് ഫോർത്തും ഫിഫ്ത്തും മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്, ഡിജിറ്റൽ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കുറേ കേട്ട് പരിചയമുള്ള ടേംസ് തന്നെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ പേപ്പറിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മറ്റ് പേപ്പറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഡെഫിനേഷൻസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൽ നോക്കാനുള്ളത്. അപ്പോൾ 5 മൊഡ്യൂളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത്, ആദ്യം വരുന്ന ഏരിയ നമുക്ക് സെമിനാറൊക്കെ ആയിട്ട് നോക്കാം. അത് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസൊക്കെയാണ്. നമ്മളുടെ സാധാരണ എല്ലാവർക്കും അറിയുന്ന തന്നെ എന്താ മൗസ്, കീബോർഡ്, മോണിറ്റർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ സെമിനാറായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കോളേജ് തുറന്നതിന് ശേഷം നോക്കാം. ഇനി ബാക്കി നമുക്ക് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള ഒരു ഏരിയയാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പം, നെറ്റ്വർക്ക് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പം എന്താ, നമുക്ക് മൊബൈൽ ഫോൺസിലിപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺസിൽ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. നെറ്റ്വർക്ക് കിട്ടാതാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഇല്ലാതാവുന്നതൊക്കെ നെറ്റ്വർക്ക് കട്ടാവുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഏരിയയിൽ പറയുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്? These are linked to each other that enable the computer to communicate with another computer and share their resources, data and applications. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ, നമ്മൾ കമ്പ്യൂട്ടേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത് അവിടെ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 2 or more കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആയിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മളിവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഗ്രൂപ്പ് ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഓർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് കൂടാതെ എന്താണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, to share their resources, data and applications. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓഫീസ് റൂം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു ഓഫീസാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും. ഓരോരുത്തർക്കും പേഴ്സണലി ഓരോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും. പക്ഷേ ഈ കമ്പ്യൂട്ടേഴ്സിന് മൊത്തം ഓരോ സെപ്പറേറ്റ് ആയിട്ട് പ്രിൻറ്റേഴ്സോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫാക്സ് മെഷീൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓഫീസിന് കോമൺ ആയിട്ട് ഒരു പ്രിൻ്റർ അല്ലെങ്കിൽ ഒരു ഫാക്സ് മെഷീൻ ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രിൻ്റർ ഈ ഒരു ഓഫീസിലെ കംപ്ലീറ്റ് കമ്പ്യൂട്ടേഴ്സും കൂടെ ആക്സസ് ചെയ്യുന്നത് അവിടെ ഒരു നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ്. സോ റിസോഴ്സ് ഷെയറിങ്
ഈസ് വൺ എമംഗ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു റിസോഴ്സസ് അല്ലെങ്കിൽ ഡിവൈസസ് ഇത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡെഫിനിഷൻ ആയിട്ടൊന്നും പഠിക്കാനില്ല, നമുക്ക് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം റിസോഴ്സ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ നെറ്റ്വർക്ക് പോസിബിൾ ആണെങ്കിൽ, ഈ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ചില കോമ്പണൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിംഗ് പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റിസോഴ്സസ് യൂസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമ്പണൻസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആക്കുന്ന കോമ്പണൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 6 കോമ്പണൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ദെൻ ഹബ്, സ്വിച്ച്, റൂട്ടേഴ്സ്, cables and connectors, and lastly modems. അപ്പോൾ 6 കോമ്പണൻസ് ആണ് അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളർ എന്ന് പറയും. NIC എന്നാണ് നമ്മളതിനെ കോമൺലി പറയുന്നത്. സോ ഇൻ്റർഫേസ് കാർഡ് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം, ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു മീഡിയം ആയിട്ടാണ് ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിൻ്റ് എന്താ? ദ നെറ്റ്വർക്ക് അഡാപ്റ്റർ ട്രാൻസ്മിറ്റ് ഡാറ്റ ഓൺ ടു ദ നെറ്റ്വർക്ക് ആൻഡ് റിസീവ് ഡാറ്റ ഫ്രം ദ നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു 5 കമ്പ്യൂട്ടേഴ്സ് ഒരു റൂമിൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വെക്കുക. അതായത് പരസ്പരം അവർക്ക് ഡാറ്റ റിസീവ് ചെയ്യുന്നതിനും സെൻഡ് ചെയ്യാനും പോസിബിളാണ്, ട്രാൻസ്മിഷൻ പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക്, നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനും തിരിച്ച് റിസീവ് ചെയ്യുന്നതിനും പോസിബിൾ ആവുന്നത് ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഏതൊരു കമ്പ്യൂട്ടേഴ്സിനും അറ്റ്ലീസ്റ്റ് 1 നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റുക. ഇത് കൂടാതെ ഒരുപാട് കോമ്പണൻസ് ഇനി വരുന്നുണ്ട്. ഒരു ഓൺലി 1 എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് മാത്രമല്ല, ഇത് കൂടാതെ കുറച്ച് എലമെൻറ്റ്സും കൂടെ വരുന്നതിന് ശേഷമാണ് നമുക്ക് നെറ്റ്വർക്ക് കംപ്ലീറ്റ്ലി അവൈലബിൾ ആവുന്നത്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദ ഡാറ്റ ഓൺ ടു ദ നെറ്റ്വർക്ക് ആൻഡ് റിസീവ് ഡാറ്റ ഫ്രം ദ നെറ്റ്വർക്ക്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഏതൊരു കമ്പ്യൂട്ടേഴ്സിനും നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നോട്ട്സ് എന്ന് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിനെയാണ്, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ നോഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഏതൊരു ഡിവൈസിനും പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വേണം. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഓരോ അഡ്രസ്സ് വേണം അല്ലേ? ഇപ്പോൾ നമുക്കൊക്കെ എന്തുണ്ട്, നമ്മളുടെ ഒരു ഹോം അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോം അഡ്രസ്സ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്കൊരു പോസ്റ്റലായിട്ടൊരു മെസ്സേജ് വരുന്ന സമയത്ത് അത് നമ്മൾ റിസീവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ നമ്മളൊരു ഹോം അഡ്രസ്സ് വെച്ചുകൊണ്ടാണ്. അതുപോലെ ഏതൊരു കമ്പ്യൂട്ടറിനും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂണിക് അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു യൂണിക് അഡ്രസ്സ് നമ്മളുടെ ഈ ഒരു കാർഡിൽ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലായിരിക്കും എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ചിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിപ്പിലാണ് എന്ത് പറയുന്നത്, ഈ ഒരു അഡ്രസ്സ്, ഓരോ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അഡ്രസ്സ് എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു അഡ്രസ്സിൻ്റെ ബേസിസിലാണ് ഏത് കമ്പ്യൂട്ടറാണ് ഡാറ്റ സെൻഡ് ചെയ്തിരിക്കുന്നത്, ഏത് കമ്പ്യൂട്ടറിലേക്കാണ് അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറാണ് അത് റിസീവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു അഡ്രസ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ചിപ്പിലാണ് എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സ്ലോട്ടായിട്ട് നമുക്ക് നമ്മളുടെ CPU-ൽ ഇൻസേർട്ട് ചെയ്യാവുന്ന ഒരു കാർഡാണ്. ഇതിന് നമുക്കിവിടെ ഒരു ഫ്രണ്ടിലൊരു സ്ലോട്ട് ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ നെറ്റ്വർക്ക് നമുക്കറിയാം നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സൊക്കെ നമ്മൾ വാങ്ങിക്കൂലേ, ഈ അഡാപ്റ്റേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള സ്ലോട്ടിലായിരിക്കും. സോ ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് വയേർഡ് ആകാം അല്ലെങ്കിൽ വയർലെസ് ആകാം. വയർലെസ് എന്ന് പറയുന്നത് നമ്മളുടെ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് പോലെ ഈ വയർലെസ് സിഗ്നൽസ് റേഡിയോ വേവ്സ് വെച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ് വയർലെസ് എന്ന് പറയുന്നത്. വയേർഡ് എന്ന് പറയുന്നത് നമ്മളുടെ കണക്ഷൻസ് കൊടുത്തുകൊണ്ട് കേബിൾസ് യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നതിനാണ് വയേർഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. കേബിൾസിൻ്റെയൊക്കെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. NIC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാർഡ് which allows the computer to transmit data onto the network and receive data from the network. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമ്പോണൻറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹബ്ബാണ്. ഹബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് മാത്രം പോരാ, നമുക്ക് നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആവുന്നതിന് കുറച്ച് കോമ്പോണൻസ് കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, ഹബ് ഈസ് എ ഡിവൈസ് ദാറ്റ് സ്പ്ലിറ്റ്സ് എ നെറ്റ്വർക്ക് കണക്ഷൻ ഇൻറ്റു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഓരോ കമ്പ്യൂട്ടേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് ഉള്ളതല്ല അല്ലേ. ഇൻ്റർനെറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. അത് നമ്മളുടെ ഓരോ കമ്പ്യൂട്ടേഴ്സിനും അവൈലബിൾ ആക്കുകയാണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആവുകയാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ബേസിസിലാണ് നമുക്ക് ഓരോ അവൈലബിലിറ്റി ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നത്. അതുപോലെ നമ്മളുടെ നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കണക്ഷനാണ്. ഇതിന് നമ്മളുടെ ഓരോ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിനും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹബ് എന്ന് പറയുന്നത്. ഹബ് ഈസ് എ ഡിവൈസ് ദാറ്റ് സ്പ്ലിറ്റ് എ നെറ്റ്വർക്ക് കണക്ഷൻ ഇൻറ്റു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ കൊടുത്തത് നോക്കുക, ഇതിലൊരുപാട് കമ്പ്യൂട്ടേഴ്സ് 5 കമ്പ്യൂട്ടേഴ്സ് ഈ ഒരു ഹബ്ബായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അതിൽ നമുക്ക് ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി കണക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ നെറ്റ്വർക്ക് ആക്സസിബിലിറ്റി ഓരോ കമ്പ്യൂട്ടേഴ്സിനും അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. The computers connect to a hub via a length of twisted pair cables. നമ്മളുടെ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹബ്ബിലേക്ക് ഓരോ കമ്പ്യൂട്ടേഴ്സിനും കണക്ട് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹബ്ബിൽ ഒരുപാട് സ്ലോട്ട് ഉണ്ടാകും. നമ്മളുടെ കേബിൾസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഹബ്ബിൽ. അപ്പോൾ നമുക്ക് എത്ര കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യണോ അത്രയും സ്ലോട്ടുകൾ ഹബ്ബിലുണ്ടാകും. ഇറ്റ് ഈസ് എ ബോക്സ് ലൈക്സ് ഡിവൈസാണ്. ഇതുപോലെയാണ് നമ്മളുടെ ഹബ്ബ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ കമ്പ്യൂട്ടേഴ്സിൻ്റെയും കേബിൾസ് കണക്ട് ചെയ്യുക. കോമൺലി നമ്മളൊരു ലാൻ നെറ്റ്വർക്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാബ് നിങ്ങൾ അസ്യൂം ചെയ്യുക. കമ്പ്യൂട്ടർ ലാബ് ആണെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും അവിടെ. അപ്പോൾ നമുക്ക് ഓരോന്നിനും എന്തുണ്ടാകില്ല, നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹബ്ബ് വെച്ചുകൊണ്ട് ഹബ്ബിലേക്ക് നമ്മൾ ഓരോ കമ്പ്യൂട്ടേഴ്സിൻ്റെയും കേബിൾസിനെ കണക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഹബ്ബുമായിട്ട് കണക്ട് ചെയ്താൽ നമ്മളുടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടേഴ്സിലും ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടർ ലാബ് അസ്യൂം ചെയ്തുകൊണ്ട് ഇത് മനസ്സിലാക്കുക. In addition to ports for connecting computers, the hub will receive the request and transmit it to the entire network.
അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ഈ ഒരു പോർട്സ് അല്ലെങ്കിൽ സ്ലോട്ട് ഉണ്ടാകും നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ പോർട്സ് അല്ലെങ്കിൽ സ്ലോട്ട് ഈ ഒരു ഹബ്ബിലുണ്ടാകും. ഇത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സിന് പരസ്പരം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സിന് തേർഡ് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ഫസ്റ്റ് കമ്പ്യൂട്ടർ നേരെ ഹബ്ബിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ദെൻ ഹബ്ബ് ഈ ഓരോ കമ്പ്യൂട്ടേഴ്സിനും അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കംപ്ലീറ്റ് കമ്പ്യൂട്ടേഴ്സിനും ഈ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ റിസീവ് ചെയ്യേണ്ട കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് എന്താണോ അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു കമ്പ്യൂട്ടർ ഈ ഡാറ്റ റിസീവ് ചെയ്യാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ ഹബ്ബിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഹബ്ബ് ഇത് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടേഴ്സിനും സെൻഡ് ചെയ്യും. ഓക്കെ, ഇതിലേത് കമ്പ്യൂട്ടറാണോ റിസീവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ അഡ്രസ്സിൻ്റെ ബേസിസിൽ ഏത് കമ്പ്യൂട്ടറാണോ റിസീവ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടർ ഡാറ്റേനെ ആക്സസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളുടെ ഹബ്ബിൽ പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ പ്രോസസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈച്ച് കമ്പ്യൂട്ടർ ഇൻ ദ നെറ്റ്വർക്ക് ഷുഡ് ദെൻ ഫിഗർ ഔട്ട് വെദർ ദ ബ്രോഡ്കാസ്റ്റ് ഡാറ്റ ഈസ് ഫോർ ദെം ഓർ നോട്ട്. ഇനി ഓരോ കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ഇപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും ആ ഒരു ഡാറ്റ അവർക്ക് റിസീവ് ചെയ്യേണ്ടതാണോ, അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും ആൻഡ് തേർഡ് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും. ഏത് കമ്പ്യൂട്ടറാണോ റിസീവ് ചെയ്യേണ്ടത് അതുവരെ ഈ ഡാറ്റ ഹബ്ബിൽ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി ആ ഒരു കമ്പ്യൂട്ടർ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസീവിങ് കമ്പ്യൂട്ടർ റിസീവ് ചെയ്യും ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹബ്ബ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ നെറ്റ്വർക്ക് കണക്ഷൻ പോസിബിൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഹബ്ബിന് പകരം നമ്മൾ സ്വിച്ച് പോലത്തെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹബ്ബ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓൾഡ് വേർഷനാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒബ്സൊലറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിൽ നെറ്റ്വർക്ക് പോസിബിൾ ആവുന്നതിന് യൂസ് ചെയ്യുന്ന, ഇപ്പോൾ കോമൺലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച്. സ്വിച്ചും ഹബ്ബും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഹബ്ബിൻ്റെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്മോൾ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ജോയിൻസ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ടുഗെദർ വിത്തിൻ വൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ, വാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് നെറ്റ്വർക്ക്സിൻ്റെ ടൈപ്സ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഹാർഡ്വെയർ ഡിവൈസസിന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ലൈക്ക്വൈസ് വി സെഡ് ഇൻ ഹബ് ആൻഡ് സ്വിച്ച് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ ഡിഫറൻസ് വരുന്നതെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹബ്ബിൽ ഒരു കമ്പ്യൂട്ടർ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഹബ്ബ് എന്ത് ചെയ്യും, അത് ആ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനും സെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏത് കമ്പ്യൂട്ടറാണോ അത് റിസീവ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടർ മാത്രം റിസീവ് ചെയ്യുന്നേ ഉള്ളൂ. സ്വിച്ച് അതിന് പകരം എന്താ ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഏത് കമ്പ്യൂട്ടറാണ് റിസീവ് ചെയ്യേണ്ടതെന്നുള്ള അഡ്രസ്സ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ബേസിസിൽ ആ ഒരു കമ്പ്യൂട്ടറിന് മാത്രം റിസീവ് ചെയ്യേണ്ട കമ്പ്യൂട്ടർ ഏതാണോ ആ ഒരു കമ്പ്യൂട്ടറിന് മാത്രമായിരിക്കും സ്വിച്ച് ഈ ഒരു ഡാറ്റ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അവിടെ എന്തുണ്ടാവില്ല, ഒരു കൊളീഷൻ ഉണ്ടാവില്ല. ഡാറ്റ കൊളീഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവായിരിക്കും. കാരണം ഡയറക്റ്റായിട്ട് നമ്മളുടെ റൈറ്റ് ഡെസ്റ്റിനേഷനിൽ മാത്രമാണ് നമ്മളുടെ മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് കമ്പ്യൂട്ടേഴ്സിനും എന്ത് ചെയ്യുന്നില്ല, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആൻഡ് ഈസി വേർഷൻ എന്ന് പറയുന്നത് സ്വിച്ചാണ്. സോ ഹബ്ബിന് പകരം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വിച്ചാണ്. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് ഹബ്ബ് ആൻഡ് സ്വിച്ചൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. നേരത്തെ നമ്മൾ ഹബ്ബിന് പറഞ്ഞതുപോലെ ഇവിടെ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഉണ്ടാകും. ഇത് ഹബ്ബിനേക്കാൾ അപേക്ഷിച്ച് ഒരുപാട്
കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് സ്വിച്ചിലാണ്. നമ്പർ ഓഫ് പോർട്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സ്ലോട്ട്സ് കൂടുതലായിരിക്കും. പോർട്സിൻ്റെ ബേസിസിൽ ഇതിൻ്റെ റേറ്റിനും ക്യാപ്പബിലിറ്റിക്കൊക്കെ വ്യത്യാസം വരും. ഇവിടെ 5 പോർട്സ് 24 പോർട്സ് വരുന്നതുണ്ട്, 48 പോർട്സ് വരുന്ന മോഡ്സൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ടുകളാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മോഡത്തിലാണെങ്കിൽ നമുക്ക് 5 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാം, സെക്കൻഡ് വണ്ണിൽ 24 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാം, ആൻഡ് അതിൻ്റെ ലാർജ് വണ്ണാണ് 48 പോർട്സ് എന്ന് പറയുന്നത്. നോർമലി 4 പോർട്ട് ടു 48 പോർട്സ് വരെയാണ് ഒരു സ്വിച്ചിന് ഉണ്ടാവുക. അത്ര തന്നെ നമുക്ക് ഹബ്ബിൽ അവൈലബിൾ അല്ല. സ്വിച്ചിലാണ് കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനും കൂടുതൽ എറർ ഫ്രീ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നതും ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നതും സ്വിച്ചിലാണ്. ഓക്കെ, ആൻഡ് ഇനി രണ്ടിലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹബ്ബിലും സ്വിച്ചിലും നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പോർട്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന പോർട്സ്. രണ്ട് ഡിവൈസിലും പോർട്സ് ഉണ്ടാകും, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്സ് ഉണ്ടാകും. ദെൻ പവർ സപ്ലൈ, നമ്മളുടെ ഈ ഒരു ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിൽ കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനും പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ കണക്ഷൻ ലൈറ്റ്സ് ആണ്. നമുക്ക് എത്ര കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ എന്തുണ്ടാകും, ലൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതിന് മുകളിലായിട്ട് കുറച്ച് ലൈറ്റ്സ് കൊടുക്കും. അപ്പോൾ എത്ര കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ ഗ്രീൻ ലൈറ്റ് ഷോ ചെയ്യിക്കും. ഇപ്പോൾ 5 പോർട്ടാണെങ്കിൽ അതിന് 5 ലൈറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ 3 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ട് 3 ലൈറ്റ്സ് അതിൽ ഷോ ചെയ്യിക്കും. അതാണ് കണക്ഷൻ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതുപോലെ ഗ്രീൻ ലൈറ്റ്സ് പോലെ എത്ര കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ ഗ്രീൻ ലൈറ്റ്സും നമുക്ക് ഈ ഒരു ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിൽ കാണാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷനാണ്. ഓൺലി റൈറ്റ് ഡെസ്റ്റിനേഷനിൽ മാത്രമായിരിക്കും നമ്മളുടെ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഡാറ്റ ട്രാൻസ്മിഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂട്ടേഴ്സാണ്. ഫോർത്ത് വൺ റൂട്ടേഴ്സാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹബ്ബും സ്വിച്ച് എന്നൊക്കെ പറയുന്നത് ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിന് പകരം 2 നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റൂട്ടേഴ്സ് എന്ന് പറയുന്നത്. The network routers are typically small box-like pieces of equipment that multiple computers can connect to. ഇനി മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് സെയിം നെറ്റ്വർക്ക് ആവണം എന്നില്ല, ഡിഫറെൻറ്റ് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആകാം, ഓർ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് തമ്മിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതാണ് ഡിവൈസാണ് റൂട്ടർ എന്ന് പറയുന്നത്. എ റൂട്ടർ ട്രാൻസ്ലേറ്റ് ഇൻഫോർമേഷൻ ഫ്രം വൺ നെറ്റ്വർക്ക് ടു അനദർ. ഓക്കെ, അപ്പം ഇവിടെ ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് മനസ്സിലാക്കണം. 2 നെറ്റ്വർക്ക്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതാണ് റൂട്ടർ. ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഡിഫറെൻറ്റ് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുകയാണ്. ഓക്കെ, ദെൻ ലൈക്ക്വൈസ് ഇൻ ഹബ്ബ് ആൻഡ് സ്വിച്ച് റൂട്ടർ ഹാവ് ഓൾസോ നമ്പർ ഓഫ് പോർട്സ്. ഓക്കെ, ഇതാ ഇപ്പോൾ ഈ ഒരു പിക്ചറിലുള്ളതുപോലെ ഡിഫറെൻറ്റ് പോർട്സ് ഇതിലും അവൈലബിൾ ആയിട്ട് വരും. അതുകൂടാതെ എന്തുകൂടുണ്ട്, ഇതെന്ന് പറയുന്നത് നമ്മളുടെ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്സാണ്. അതുകൂടാതെ നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി വേണമെന്ന് വയ്ക്കുക. സോ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻ്റർനെറ്റ് പോർട്ട് ഉണ്ടാകും. ഇനി അതല്ല, നമുക്ക് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്തുകൊണ്ടും ഈ ഒരു റൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്വിച്ച് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഫീച്ചർ ഇവിടെയുണ്ട്. ഡിറ്റർമിൻ ദ ബെസ്റ്റ് പാത്ത് ടു റൂട്ട് ദ മെസ്സേജ്. നമ്മളുടെ മെസ്സേജിനെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നതാണ് റൂട്ടർ എന്ന് പറയുന്നത്. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് 2 നെറ്റ്വർക്ക് തമ്മിലുള്ള കണക്ഷനാണ് റൂട്ടർ പോസിബിൾ ആക്കുന്നത്. ബാക്കിയൊക്കെ സെയിം പോലെ തന്നെയാണ്. ലൈറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണക്ഷൻ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും പവർ സപ്ലൈ ആണെങ്കിലൊക്കെ റൂട്ടറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കുക. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹബ്ബ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഫസ്റ്റ് വൺ.
സെക്കൻഡ് വൺ നമ്മൾ സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, കണക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷനാണ്. പക്ഷേ എന്താ, ഹബിലാണെങ്കിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് അത് മറ്റ് കമ്പ്യൂട്ടേഴ്സിന് മൊത്തം സെൻഡ് ചെയ്യുന്നുണ്ട്. സ്വിച്ചിലാണെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് ഏതാണോ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം സെൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഈ ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഹബ്ബും സ്വിച്ചും നമുക്കറിയാം രണ്ട് നെറ്റ്വർക്കാണ്. ഈ രണ്ട് നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു റൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. റൂട്ടർ എന്താ ചെയ്യുന്നത്, ഈ ഫസ്റ്റ് നെറ്റ്വർക്കും സെക്കൻഡ് നെറ്റ്വർക്കും തമ്മിലുള്ള കണക്ഷനാണ് റൂട്ടർ ചെയ്യുന്നത്. ഹബ്ബാണെങ്കിലും സ്വിച്ചാണെങ്കിലും കണക്ട് ചെയ്തിരിക്കുന്ന ലോക്കൽ ഡിവൈസസ് തമ്മിൽ കണക്ഷനാണ് ഹബ് ആൻഡ് സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ സിഗ്നൽസ് യൂസ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് നമ്മൾ സിഗ്നൽസ് ആൻഡ് കണക്ടേഴ്സ് കേബിൾസൊക്കെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഈ കേബിൾസ് ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത് കൂടെ അറിയണം. ജസ്റ്റ് നമുക്കത് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. കേബിൾ ഈസ് വൺ വേ ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ വിച്ച് ക്യാൻ ട്രാൻസ്മിറ്റ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്. ഏതൊക്കെ തരമുണ്ട്, 3 ടൈപ്പിലാണ് നമുക്ക് കേബിൾസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള കേബിൾസ്. പെയർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും, ഒരു പെയറിൽ 2 എണ്ണം ഉണ്ടാകും. സോ 2 കേബിൾസിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ട്വിസ്റ്റഡ് പെയർ കേബിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം മെയ്ഡപ്പ് ഓഫ് 2 insulated copper wires that are twisted together. ഓക്കെ, 2 കോപ്പർ വയേഴ്സാണ് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയേഴ്സ് STPയും ഉണ്ടാകാം, ഓർ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയേഴ്സ് UTP എന്ന് പറഞ്ഞ് 2 കാറ്റഗറീസ് വരുന്നുണ്ട്. അതിലേക്ക് ഇപ്പം കുറച്ച് പോവേണ്ട ആവശ്യമില്ല. STP ആൻഡ് UTP എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾസിൻ്റെ 2 ഡിവിഷനാണ്. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയേഴ്സ് ആണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു, നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടൊരു കവർ ഉണ്ടാകും. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ആ കോപ്പർ വയർ നമുക്ക് അങ്ങനെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് ചീപ്പസ്റ്റ് ആൻഡ് ഈസി ടു ഹാൻഡിൽ ആൻഡ് ഇൻസ്റ്റാൾ. ഓക്കെ, അപ്പം മറ്റ് കേബിൾസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നത് നമ്മളുടെ ഈ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. നമ്മളുടെ TVസിൻ്റെതൊക്കെ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോയാക്ഷ്യൽ കേബിൾസ് ആണ്. കോയാക്ഷ്യൽ കേബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന TV ഇൻസ്റ്റാളേഷൻ കേബിൾസ്, LED LCDന് കൂടാതെ നമ്മളുടെ സാധാരണ TVസിൻ്റെയൊക്കെ കേബിൾസ് കാണുന്നില്ലേ, ആ ഒരു കേബിൾ ലൈക്ക് കേബിൾസാണ് കോയാക്ഷ്യൽ കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മളുടെ ട്വിസ്റ്റഡ് പെയർ കേബിൾസിനെ അപേക്ഷിച്ച് ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആയതുകൊണ്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കേബിളല്ല ഈ ഒരു കോയാക്ഷ്യൽ കേബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നും 2 വിധത്തിൽ നമുക്ക് പറയാം. നെയിമിൽ തന്നെ ഉണ്ട് ഫൈബർ കേബിൾസ് ആണത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് കേബിൾ വിച്ച് ട്രാൻസ്മിറ്റ് ഡാറ്റ യൂസിങ് ലൈറ്റ് ബീംസ്. ഓക്കെ, ലൈറ്റ് ബീംസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേബിൾസ് യൂസ് ചെയ്യുന്നത്. പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും. ത്രൂ എ ഗ്ലാസ് ബൗണ്ട് ഫൈബേഴ്സ്. ഗ്ലാസ് ബൗണ്ട് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നർ പാർട്ട് കംപ്ലീറ്റ്ലി വിസിബിൾ ആവുന്നതാണ് ഗ്ലാസ് ബൗണ്ട് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ ലൈറ്റ് ബീംസ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് ഡാറ്റ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മറ്റ് 2നെ അപേക്ഷിച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കേബിൾ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്. ഇതാണ് നമ്മളുടെ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. നിങ്ങൾക്ക് നോക്കിയറിയാം 2 കേബിൾസ് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഷീൽഡ് ചെയ്തിട്ടുള്ളതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. ഓക്കെ, ഇതിൽ ഒരുപാട് എന്താ പറയുക കാറ്റഗറീസ് വരുന്നുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1, 2,
4 കാറ്റഗറി വരുന്നതാണ്. 4 ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് കൂടുന്നതിനനുസരിച്ച് ഒരു 7 വരെയൊക്കെ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിൽ കോപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഈ കളർ വയേഴ്സിൻ്റെ ഉള്ളിൽ കോപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കോയാക്ഷ്യൽ കേബിൾസ് ആയിരുന്നു. കോയാക്ഷ്യൽ കേബിൾസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു TV-ൻ്റെ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കേബിൾസാണ്. ഇതിന് ഇൻസൈഡായിട്ട് 4 ലെയർ ഉണ്ടാകും. ഫസ്റ്റ് ഏറ്റവും ഇൻസൈഡായിട്ട് ഒരു ലൈൻ പോലെ കാണുന്നത് ഒരു കണ്ടക്ടറാണ്. അതിലൂടെയാണ് നമ്മളുടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു ഔട്ടർ ലെയറിൽ ഒരു കോപ്പറിൻ്റെ ഒരു ലെയർ ഉണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു വൈറ്റ് കളറിൽ പ്രൊട്ടക്റ്റീവ് ലെയറും ആൻഡ് ലാസ്റ്റ് വൺ ബ്ലാക്ക് കളറിലൊരു ലെയറും. അങ്ങനെ 4 ലെയറായിട്ടാണ്. അതിലേക്ക് കൂടുതൽ പോകണ്ട. നമ്മളുടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ കുറച്ചുകൂടെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ് പിക്ചേഴ്സും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. നമ്മൾ പറഞ്ഞു ഗ്ലാസ് ലൈക്ക് ഫൈബേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ കേബിൾസാണ്. ഇതിലൂടെ ഈ റെഡ് കളർ പോലെ ലൈറ്റ് ബീംസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേബിൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് കേബിൾസ് ആൻഡ് കണക്റ്റേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡമാണ്. മോഡം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. ദിസ് ഈസ് ലൈക്ക് മോഡം. നമ്മളുടെ ഡിവൈസസ് ഒക്കെ കാണാൻ ഒരുപോലെയാണ് ഉണ്ടാവുക. കണക്ട് ചെയ്യാനുള്ള പോർട്സ് ഉണ്ടാകും ആൻഡ് അതിൻ്റെ ലൈറ്റ് ഉണ്ടാകും. പക്ഷേ അതിൻ്റെ യൂസേജിലുള്ള ഡിഫറൻസസ് ആണ്. ഓക്കെ. അപ്പോൾ മോഡം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് ഡിജിറ്റൽ ഫോംസിലാണ്. നമുക്കറിയാം ഡാറ്റ കമ്പ്യൂട്ടേഴ്സ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ഒരു കേബിൾ വഴി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു ഡിജിറ്റൽ ഫോമിലല്ല. അതിന് പകരം അനലോഗ് സിഗ്നൽസ് ആയിട്ടാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത്, സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസ് ആണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നലാണ്. കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ മറ്റ് സാറ്റലൈറ്റ് വഴിയാണെങ്കിലൊക്കെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസ് വഴിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ സിഗ്നൽസ് അനലോഗ് ആക്കി മാറ്റണം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ആൻഡ് തിരിച്ച് അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കിയാലേ റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന് അത് റിസീവ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡം യൂസ് ചെയ്യുന്നത്. ദ മോഡം ഈസ് യൂസ്ഡ് ഫോർ ദ സിഗ്നൽ കൺവേർഷൻ ആൻഡ് ഇറ്റ് കണക്റ്റ് എ കമ്പ്യൂട്ടർ ടു ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഓക്കെ. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ കൺവേർഷൻ പോസിബിൾ ആവുന്നത് മോഡം യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആക്കുന്നു. സിഗ്നൽസിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ റീഡബിൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് ആണ്. ഡാറ്റ ട്രാൻസ്മിഷനിൽ അനലോഗ് സിഗ്നലാണ്. അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു സിഗ്നൽ ട്രാൻസ്ഫോർമേഷന് അല്ലെങ്കിൽ കൺവേർഷന് നമ്മൾ 2 നെയിമാണ് പറയുന്നത്. ഡിജിറ്റൽ ടു സിഗ്നൽ ഈസ് നോൺ ആസ് മൊഡ്യൂലേഷൻ ആൻഡ് തിരിച്ച് അനലോഗ് ടു ഡിജിറ്റൽ സിഗ്നൽ ഈസ് നോൺ ആസ് ഡീമൊഡ്യൂലേഷൻ. ഈ 2 ടേംസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മോഡം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു പിക്ചർ കൂടെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. കമ്പ്യൂട്ടറിന് എന്ത് പറഞ്ഞു, ഡിജിറ്റൽ ഫോമാണ് മനസ്സിലാവുന്നത്. സോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഈ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും, മോഡം യൂസ് ചെയ്തുകൊണ്ട് അനലോഗ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഏത്, സെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ മോഡം. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അനലോഗ് സിഗ്നലായിട്ടാണ്. നമ്മൾ അത് മോഡം യൂസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റിസീവ് ചെയ്യേണ്ട കമ്പ്യൂട്ടറിൻ്റെ മോഡത്തിൽ എന്തെത്തി, അനലോഗ് സിഗ്നൽസ് റീച്ച് ചെയ്തു. ഇനി റിസീവ് ചെയ്യുന്ന മോഡം എന്ത് ചെയ്യും, ഈ അനലോഗ് സിഗ്നൽസിനെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നൽസായി കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടേഴ്സിന് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് മോഡം ചെയ്യുന്നത്. ഡാറ്റ കൺവേർഷനാണ് ഇവിടെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഈ ഒരു പ്രോസസ്സ് പഠിച്ച് വയ്ക്കുക, ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.